അത് രാഹുൽ ഗാന്ധിയുമായി ബന്ധപ്പെട്ടാണ്. രാഹുലിന്റെ വോട്ട് അധികാർ യാത്ര ഇന്ന് സമാപിച്ചു. കേന്ദ്ര സർക്കാരിനെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും കടന്നാക്രമിച്ച് വോട്ടർ അധികാർ യാത്രയുടെ സമാപന ദിനത്തിൽ പ്രതിപക്ഷ നേതാവ് താൻ പുറത്തുവിട്ട വോട്ട് മോഷണ ആരോപണത്തിന് പിന്നാലെ കൂടുതൽ ഗുരുതരമായ തെളിവുകൾ പുറത്തുവരാൻ പോകുന്നു എന്നാണ് രാഹുൽ ഗാന്ധിയുടെ അവകാശവാദം. BJP ഇപ്പോൾ കണ്ടത് ആറ്റം ബോംബാണ്. ഇനി ഇതിലും പ്രഹരശേഷിയുള്ള ഹൈഡ്രജൻ ബോംബ് കാണുമെന്നാണ് മുന്നറിയിപ്പ്. അതിനുശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് രാജ്യത്തിന്റെ മുന്നിൽ മുഖം കാണിക്കാൻ കഴിയില്ലെന്നും രാഹുൽ കൂട്ടിച്ചേർത്തു. बीजेपी के लोग अच्छी तरह सुन लीजिए भैया, एटम बम का नाम सुना आपने? सुना है एटम बम का नाम? उससे बड़ा क्या होता है? उससे बड़ा क्या होता है? एटम बम से बड़ा हाइड्रोजन बम होता है नहीं होता है? माधवपुरा में हमने एटम बम दिखाया था। बीजेपी के लोगों तैयार हो जाओ, हाइड्रोजन बम आ रहा है, हाइड्रोजन बम आ रहा है, तैयार हो जाइए। आपकी जो सच्चाई है, वोट चोरी की सच्चाई है, वो पूरे देश को पता लगने जा रही है। അജയ് സുധാ ബിജു വിവരങ്ങൾ പങ്കുവെക്കും. അജയ് സുധാ ബിജു, അല്പം അനിഷ്ട സംഭവങ്ങളൊക്കെ ഏറ്റവും ഒടുവിലത്തെ ദിവസം ഉണ്ടായി അല്ലേ, ഈ വോട്ടർ അധികാര യാത്രയുമായി ബന്ധപ്പെട്ട്. ഇപ്പോൾ എന്താണ് രാഹുൽ ഗാന്ധിയുടെ ഈ യാത്രയുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിലയിരുത്തൽ? അത് പ്രധാനമാണല്ലോ, കാരണം ബീഹാർ പ്രധാനപ്പെട്ട സംസ്ഥാനമാണ്. ഈ വർഷം അവസാനം തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു. ലോക്സഭ മറ്റ് കോൺഗ്രസിൻ്റെ ഒരു പുനരുജ്ജീവനത്തിലൊക്കെ ഒരുപാട് സഹായകരമായ സംഭവങ്ങൾ ഉണ്ടാകുന്നു. ആൾക്കൂട്ടമുണ്ടായിരുന്നു യാത്രകളിലൊക്കെ. ജനത്തോട് കൂടുതൽ ചേർന്ന് നിൽക്കാൻ രാഹുൽ ശ്രമിച്ചു. അതൊക്കെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതൊക്കെ പ്രയോജനം ചെയ്തെന്ന വിലയിരുത്തലാണോ ഇന്ത്യ സഖ്യം? രഞ്ജിത്ത്, ഈ വോട്ടർ അധികാർ യാത്രയിലുണ്ടായ ജനക്കൂട്ടം അത് വോട്ടായി മാറും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ്. ആ പ്രതീക്ഷയും ആത്മവിശ്വാസവും തീർച്ചയായിട്ടും ഇന്ത്യ മുന്നണിക്കുണ്ട്. അതിൻ്റെ ഒരു ആവേശോജ്വലമായ പ്രസംഗത്തിൻ്റെ ഒരു പരിസമാപ്തിയിലാണ് രാഹുൽ ഗാന്ധി BJPക്കെതിരെ ഇനിയും ബോംബുകൾ പൊട്ടിക്കാനുണ്ട് എന്നുള്ളതിൻ്റെ സൂചന നൽകിയിരിക്കുന്നത്. ഇപ്പോൾ ഈ മഹാദേവപുര എന്ന ഒരു ലോക്സഭാ മണ്ഡലം, അതുമായി ബന്ധപ്പെട്ട് തങ്ങൾ നടത്തിയത് വെറും ഒരു ആറ്റം ബോംബ് മാത്രമാണ്. ആറ്റം ബോംബിനേക്കാൾ വലുതാണ് ഹൈഡ്രജൻ ബോംബ്. ഹൈഡ്രജൻ ബോംബ് തങ്ങൾ പൊട്ടിക്കാനിരിക്കുന്നതേ ഉള്ളൂ. അത് പൊട്ടിക്കുന്നതോടുകൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പിന്നീട് രാജ്യത്തെ അഭിമുഖീകരിക്കാൻ കഴിയില്ല എന്നും രാഹുൽ ഗാന്ധി പറയുന്നുണ്ട്. എന്നാൽ ഈ ആരോപണങ്ങളെ BJP ഇപ്പോൾ പൂർണ്ണമായി തള്ളിക്കളയുകയാണ്. BJPയുടെ ഭാഗത്തു നിന്ന് ഒരു പ്രതികരണം വന്നിട്ടുണ്ട്. BJP നേതാവായിട്ടുള്ള രവിശങ്കർ പ്രസാദ് അദ്ദേഹം പറഞ്ഞത്, രാഹുൽ ഗാന്ധി പാർലമെന്റിനകത്താണെങ്കിലും പുറത്താണെങ്കിലും ഇത്തരത്തിൽ നിരവധി ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. എന്നാൽ അദ്ദേഹം പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് തനിക്ക് ഒട്ടും തന്നെ മനസ്സിലാകുന്നില്ല. പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ ഒട്ടും ഉത്തരവാദിത്തമില്ലാത്ത പ്രസ്താവനകളാണ് രാഹുലിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നതെന്നും രവിശങ്കർ പ്രസാദ് പറഞ്ഞു. അതുപോലെ തന്നെ അദ്ദേഹം ഉന്നയിച്ച മറ്റൊരു വിമർശനം എന്ന് പറയുന്നത്, വോട്ട് ചോരി എന്ന ആരോപണം കോൺഗ്രസ് ഉന്നയിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇപ്പോൾ കോൺഗ്രസിന് മുൻപത്തേതുപോലെ ഈ പോളിംഗ് സെന്ററുകൾ അത് പിടിച്ചടക്കി തങ്ങളുടേതായിട്ടുള്ള ഒരു ഫലപ്രഖ്യാപനം, തങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു ഫലം കൊണ്ടുവരാൻ അവർക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് ഈ വോട്ട് ചോരി എന്നുള്ള ആരോപണം ഉന്നയിക്കുന്നത്. മാത്രമല്ല, ഈ ബാലറ്റ് പേപ്പറിലേക്ക് തിരിച്ചു പോകണം എന്നവർ പറയുന്നതും ഇത്തരത്തിൽ ഈ ബൂത്തുകൾ പിടിച്ചടക്കാൻ അവർക്ക് പണ്ടത്തേതുപോലെ കഴിയാത്തതിനാലാണെന്നും അദ്ദേഹം ഒരു ഗുരുതരമായിട്ടുള്ള ആരോപണം തിരിച്ചുന്നയിക്കുന്നുണ്ട്. എന്തായാലും രാഹുൽ ഗാന്ധി ഇനി എന്ത് ആരോപണം, എന്തായിരിക്കും ഈ വിഷയത്തിൽ പറയാൻ പോകുന്നത് എന്നുള്ളതിൽ ആകാംക്ഷയിലാണ് ഇപ്പോൾ രാജ്യം മുഴുവൻ. അദ്ദേഹം ആദ്യം ബിജുവാണ് വിവരങ്ങൾ പങ്കുവച്ചത്.